ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓഫ് ആർട്ട് ഓൺ. അപ്പം ഇന്ന് ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇൻഡ്യൂറോ എന്ന ഒരു തായ്വാൻ ബ്രാൻഡിൻ്റെ ഒരു ഇമ്പാക്ട് ഡ്രൈവാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതായിരുന്നു ഒരു ഇമ്പാക്ട് ഡ്രൈവ് വാങ്ങണമെന്ന്. കുറച്ച് നാളായി നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോഴാണ് നമ്മൾ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ലഭിക്കുന്നത് തന്നെ ഒരു മെറ്റൽ കേസിനുള്ളിലായിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇല്ലേ, ഇതാണ് നമ്മുടെ ഒരു ഇമ്പാക്ട് ഡ്രൈവ് വരുന്നത്. ഒപ്പം തന്നെ 4 ബിറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇമ്പാക്ട് ഡ്രൈവിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ലോങ് ടൈം യൂസ് ചെയ്ത ശേഷം നമ്മളൊരു പ്രോപ്പർ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 4 ബിറ്റുകളാണ് കിട്ടുന്നത്. ഒരു PH2, PH3, അതുപോലെ തന്നെ ഒരു സ്ലോട്ടഡ് 8ഉം ഒരു സ്ലോട്ടഡ് 10ഉം. അങ്ങനെ മൊത്തം 4 ബിറ്റാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. ഈ ബിറ്റുകളെന്ന് പറയുന്നത് 8mm സോക്കറ്റിൽ സൂട്ടബിൾ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതൊരു 8mm ഒരു T റോഡാണ്. ഓക്കെ, അപ്പം ഇതിൽ കണ്ടില്ലേ ഡയറക്റ്റ് ഫിറ്റാണ്. അപ്പം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം മാത്രമല്ല, ഈ ഒരു ബിറ്റുകളെന്ന് പറയുന്നത് നല്ലൊരു ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ് ഉള്ളതാണ്. കാരണം ഇത് ക്രോം വനേഡിയം സ്റ്റീൽ എന്നൊരു അലോയ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇമ്പാക്റ്റ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയും കൊറോഷൻ റെസിസ്റ്റൻസും ഒക്കെ ഉള്ളൊരു അലോയാണ് ഈ ക്രോം വനേഡിയം. ഓക്കെ, അപ്പം എന്തായാലും ഇതിൻ്റെ ചെറിയൊരു യൂസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു അഴിയാത്ത സ്ക്രൂ കിട്ടിയിട്ടുണ്ട്. ഞാൻ WD-40 യൂസ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഞാനൊരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് അഴിക്കാൻ നോക്കുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി നല്ല ഫോഴ്സ് കൊടുത്ത് അഴിക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഇത് അഴിയുന്നില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇമ്പാക്ട് ഡ്രൈവ് യൂസ് ചെയ്ത് ഇതൊന്ന് അഴിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയുള്ള ബിറ്റ് ചൂസ് ചെയ്യണം. അപ്പം ആദ്യം തന്നെ ഞാനൊരു PH2ൻ്റെ ബിറ്റ് നോക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഷേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു PH3യുടെ ബിറ്റ് നോക്കാം. PH3യുടെ ബിറ്റ് പെർഫെക്റ്റ്ലി ടൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് PH3യുടെ ബിറ്റ് നമുക്ക് ഡ്രൈവിൽ ഇട്ട ശേഷം അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഡ്രൈവിലിട്ട് എടുത്തിട്ടുണ്ട്. ഡ്രൈവിൽ നമുക്ക് 2 റൊട്ടേഷനാണുള്ളത്. അതായത് ഒന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും, അതായത് ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും, അങ്ങനെ 2 റൊട്ടേഷനാണ് നമുക്കിത് കിട്ടുന്നത്. അതിന് നമ്മളിത് പ്രസ് ചെയ്ത ശേഷം ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസിലേക്കായിരിക്കും ഇത് റൊട്ടേറ്റ് ആകുക. അതായത് ലെഫ്റ്റിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പാക്റ്റ് കൊടുക്കുന്ന സമയത്തേക്ക് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും ഈ ഒരു ബിറ്റ് റൊട്ടേറ്റ് ആവുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കാണ് നമ്മൾ ലൂസ് ചെയ്യാനായിട്ട് ഇടേണ്ടത്. നമ്മൾ ടൈറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റിലേക്കും ഇടുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ലെഫ്റ്റിലാണ്. അത് നമുക്ക് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് റൊട്ടേറ്റ് ആകുന്നതെന്ന് ആ ഒരു ഐഡിയ വെച്ച് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി നമുക്ക് ഈ ഒരു സ്ക്രൂ ഒന്ന് അഴിക്കാൻ നോക്കാം. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ സ്ക്രൂ ഇത് അഴിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് നമ്മുടെ നോർമൽ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് തന്നെ അഴിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് അഴിയാത്ത സ്ക്രൂകളെല്ലാം ഇതുപോലെ അഴിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഈ ഒരു ഇമ്പാക്ട് ഡ്രൈവ് കൊണ്ടുള്ള ഉപയോഗം. അഴിയാത്ത സ്ക്രൂസ് അഴിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഇമ്പാക്ട് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രൂവിൻ്റെ കേസിൽ ഒരു WD-40 അടിച്ച് കുറച്ച് നേരം വെച്ച ശേഷം നമ്മൾ നോർമൽ സ്ക്രൂ ഡ്രൈവർ പിടിച്ചാൽ തന്നെ മേ ബി ഇത് അഴിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അധികം റെസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അഴിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് അഴിഞ്ഞ് വരാത്ത ഓവർ ടൈറ്റ് ആയിട്ടുള്ള സ്ക്രൂസ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് വെച്ചിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എങ്കിലും ഇതൊരു പ്രോപ്പർ റിവ്യൂ ആയിട്ട് കണക്കാക്കേണ്ട. കാരണം ഇതൊരു ലോങ് ടൈം യൂസ് ചെയ്ത് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് മനസ്സിലാക്കി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത ശേഷം നമ്മളൊരു പ്രോപ്പർ റിവ്യൂ പിന്നീട് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നായിരുന്നു. 999 ആയിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പ്രൈസ്. ഓക്കെ, അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആണ്. അപ്പം എന്തായാലും നമ്മളിത് യൂസ് ചെയ്ത് നോക്കിയ ശേഷം ഒരു പ്രോപ്പർ റിവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.